റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമോ? കാലങ്ങളായി ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നതിനുള്ള വഴി തെളിയുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. യൂറോപ്യൻ ലോകരാഷ്ട്ര തലവന്മാരും ഈ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തു. ചർച്ചയിൽ വെടിനിർത്തലിനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ചർച്ച ഏറെ ഫലപ്രദമായിരുന്നു എന്നാണ് ചർച്ചയുടെ ഭാഗമായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത്. അതിൽ നിർണായകമാകാൻ പോകുന്നത് ഇനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതോടൊപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം പലപ്പോഴും വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വിമർശനം എന്നത് ചർച്ചകളിൽ യുക്രൈന് ഇടം നൽകുന്നില്ല എന്നും പുറത്തുള്ള രാഷ്ട്രങ്ങൾ ആണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമാകുന്നത് എന്നുമാണ്. ആ പരാതി പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. മാത്രവുമല്ല, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒരുമിച്ച് ചർച്ചയ്ക്കായി വരുന്നു എന്നത് ഏറ്റവും നിർണായകമാകുന്ന ഒന്നാണ്. ആ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കാളിയാകും. അങ്ങനെയെങ്കിൽ ഒരു ത്രികക്ഷി ചർച്ചയ്ക്കുള്ള വേദിയാണ് ഒരുങ്ങാൻ പോകുന്നത്. ഒരുപക്ഷെ ആ ചർച്ചയിൽ ഏറെ നിർണായകമാകുന്ന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ലോകരാഷ്ട്രങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടുതൽ എത്തി നോക്കുന്നത്. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ അത് ഫലം കാണുവാനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നാണ് ലോകരാഷ്ട്രങ്ങൾ പൊതുവിൽ വിലയിരുത്തുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ചില നിർദ്ദേശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അന്ന് അറിയാൻ സാധിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് യുക്രൈനിലെ പ്രവിശ്യകളുടെ ഭാഗമായിട്ടുള്ള ഡൊണറ്റ്സ്ക് മേഖല, ലുഹാൻസ്ക് എന്നിങ്ങനെയുള്ള ഭൂപ്രദേശങ്ങൾ റഷ്യയ്ക്ക് യുക്രൈൻ വിട്ടു നൽകണം എന്ന ആവശ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചു എന്നുള്ളതാണ്. ഈ പ്രവിശ്യകളുടെ ഭാഗങ്ങൾ വിട്ടു നൽകുക ആണ് എങ്കിൽ ഹേഴ്സൺ, സപ്പോസീറിയ തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കും എന്നുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ സജഷൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ യുക്രൈനും റഷ്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റഷ്യ വലിയ രാഷ്ട്രമാണ്, സൈനിക ശേഷിയിൽ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്. യുക്രൈൻ ആകട്ടെ വലിപ്പത്തിൽ ചെറിയ രാജ്യമാണ്, സൈനിക ശേഷിയിലും റഷ്യയേക്കാൾ പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇതുവരെയും പ്രതിരോധം തീർക്കാൻ സാധിച്ചത് തന്നെ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി വലിയ നാശനഷ്ടങ്ങൾ യുക്രൈന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും യുക്രൈനെ പുനർനിർമ്മിക്കുന്നതിനും റഷ്യയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായങ്ങൾ ഉണ്ടാകുമെന്നും അക്കാര്യങ്ങളും ഔദ്യോഗികമായി തന്നെ ഉറപ്പു നൽകുകയും ചെയ്യാം എന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി എന്നുള്ളതായിരുന്നു വിവരങ്ങൾ. ഇക്കാര്യങ്ങളടക്കം വ്ളാഡിമിർ സെലൻസ്കിയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ട്രംപ് പങ്കുവച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ചർച്ചയുടെ ഭാഗമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്സ് ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. ഒപ്പം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ഫോണ്ടലൈൻ എന്നിവരും ചർച്ചയുടെ ഭാഗമായി. ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു സമാധാന ധാരണയിലേക്ക് എത്തുന്നുവെങ്കിൽ അത് താൽക്കാലികമായ ഒരു സമാധാന ധാരണയല്ല എത്തേണ്ടത്, മറിച്ച് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്കാണ് എത്തേണ്ടത് എന്ന ആവശ്യം യൂറോപ്യൻ യൂണിയൻ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യം എന്നതും ഈ ചർച്ചയിൽ ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. അതേസമയം എടുത്തു പറയേണ്ടത് ഈ ഭൂപ്രദേശങ്ങൾ, അതായത് ഡൊണറ്റ്സ്ക് മേഖല, ലുഹാൻസ്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ വിട്ടു നൽകുന്നതിൽ യുക്രൈൻ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഡൊണറ്റ്സ്ക് മേഖല എന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ മേഖലയാണ്. അതൊരു വ്യാവസായിക നഗരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇടമാണ്. സാമ്പത്തികമായി യുക്രൈൻ്റെ സമ്പദ്ഘടനയെ കാര്യമായി സ്വാധീനിക്കുന്ന ഭൂപ്രദേശം കൂടിയാണ്
ഈ മേഖല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഡൊണറ്റ്സ്ക് മേഖല വിട്ടു നൽകുന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സെലൻസ്കിക്ക് ഒട്ടേറെ ആലോചനകൾ വേണ്ടിവരും എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോർമുലകൾ ഉരുത്തിരിയുമോ, മറ്റ് സമവായ സാധ്യതകൾ ഉണ്ടാകുമോ എന്നതെല്ലാം ഇനി നടക്കാൻ പോകുന്ന ചർച്ചയെ ആശ്രയിച്ച് ആയിരിക്കും മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സാന്നിധ്യത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ചർച്ച എവിടെ വെച്ച് എപ്പോൾ നടത്തണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാകും. അതോടൊപ്പം തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ വെവ്വേറെ നടന്നിട്ടുള്ള ചർച്ച, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ച, ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുടെ സാന്നിധ്യത്തിൽ വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്നിട്ടുള്ള ചർച്ച, ഈ ചർച്ചയിലെ എല്ലാ അഭിപ്രായങ്ങളും പരസ്പരം ആശയവിനിമയത്തിനായി നൽകുക എന്ന ഉത്തരവാദിത്വം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുക. ഈ ആശയവിനിമയം ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഈ 3 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ചിരുന്ന് കൂടുതൽ ചർച്ചകൾ നടത്തും. ആ ചർച്ചയിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തലിലേക്ക് എത്തും കാര്യങ്ങൾ എന്ന് വേണം നമുക്ക് ഇപ്പോൾ പ്രത്യാശയോടെ പ്രതീക്ഷിക്കാൻ.